എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇന്നലെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരെയാണ് പഠിച്ചതല്ലേ. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം നമുക്ക് 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്റേഴ്സും കൂടിയാണ് മെയിനായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ SCERT ചാപ്റ്റേഴ്സ് വരുന്നത് കേട്ടോ. അതും കൂടി കഴിയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഏകദേശം പൂർണ്ണമാവും. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അടുത്തൊരു സെക്ഷൻ ഇപ്പം ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞു, ഇനി അടുത്തൊരു ജോഗ്രഫി സെക്ഷനൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ INC വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബംഗാൾ വിഭജനമായിട്ടുള്ള കാര്യങ്ങൾ, സ്വദേശി പ്രസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നോക്കാം. ആദ്യം 1905 അല്ലേ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത്. ഐക്യ ബംഗാൾ എന്ന് പറയുന്ന ഒരു ശക്തിയാണല്ലേ. അപ്പോൾ ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ അവിടെ എന്തുണ്ടാകും? ശക്തിക്ഷയമുണ്ടാകും എന്ന് മനസ്സിലായതോടെയാണ് ബംഗാൾ വിഭജനത്തെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന ബംഗാൾ പ്രവിശ്യയെ 2ആയി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു വാദിച്ചു. അപ്പം ഈ ബംഗാളിനെ എന്ത് ചെയ്തു? ഒരു കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്നതെന്നാണ് 1905 ഒക്ടോബർ 16 കേട്ടോ. ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടക്കുകയും കൽക്കത്തയിൽ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. അതുകൂടാതെ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മുടെ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്തു. ഇപ്പോൾ ബംഗാൾ ജന ഈ ദിവസത്തെ ദുഃഖാചരണ ദിനമായി ആചരിക്കുന്നു. എന്നാണ് ഒക്ടോബർ 16. ഓക്കെ, പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആഹ്വാനപ്രകാരം ജനങ്ങൾ പരസ്പരം അതെന്ത് ചെയ്തു? രക്ഷാബന്ധൻ ആചരിക്കുകയും ചെയ്തു. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് പരസ്പരം രാഖി കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. അത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെട്ടു. അതാണ് എന്ത്? സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടെയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വദേശി പ്രസ്ഥാനം എന്താണ്? വിഭജനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് സ്വദേശി പ്രസ്ഥാനമായി മാറിയത്. അവിടെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും പിന്നെ വിദേശ വസ്ത്രങ്ങളൊക്കെ പരസ്യമായി അഗ്നിക്കിരയാക്കി സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്ത്രീകളും വിദ്യാർത്ഥികളും സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. എന്താണ് സ്വാശ്രയം? ഓക്കെ, സ്വാശ്രയം സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭ്യമാകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെ വന്നത്? നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയൊക്കെ ആരംഭിച്ചത്. അതിൽ നമ്മുടെ ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് തുടക്കമിട്ട സ്വദേശി സ്റ്റോർ ആരുടേതാണ്? രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെ വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയൊക്കെ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. ഇനി ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെ എന്ത് ചെയ്തു? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അങ്ങനെ സ്ത്രീകളും വിദ്യാർത്ഥികളൊക്കെ ആദ്യമായിട്ട് പങ്കാളികളാകുന്നത് ഇതിലൂടെയാണ്, ഈ സ്വദേശി പ്രസ്ഥാനത്തിലൂടെയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ അനുഭവപ്പെടുകയുണ്ടായി. ഇന്ത്യ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം
സമര സംഭാവന ചെയ്യുകയും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിക്കുകയുണ്ടായി. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കോൺഗ്രസ്സിലെ ഭിന്നത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ തന്നെ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നറിയപ്പെട്ടു. ഓക്കെ, അതിൽ വരുന്നത് ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ഫിറോസ് ഷാ മേത്ത വരുന്നുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ, ദദഭായ് നവറോജി എന്നിവരായിരുന്നു മിതവാദികൾ. അവർ പ്രധാനികളായിട്ടുണ്ടായിരുന്നു. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. എന്നാൽ മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസ്സിലുണ്ടായി. അവരാണ് തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക, മിതവാദികൾ ആരൊക്കെയാണ്, തീവ്രവാദികൾ ആരൊക്കെയാണ് അല്ലേ. ഈ ക്ലാസ്, അതായത് നമ്മൾ ടോപ്പിക് വൈസ് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ SCERT കഴിയുമ്പോൾ ടോട്ടലായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഉള്ളൊരു എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്യും. അതുകൂടാതെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ടോപ്പിക് വൈസ് ചോദിച്ച ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക് വൈസ് പഠിച്ച ചോദ്യങ്ങൾ ഒക്കെ നമ്മൾ PYQവിൽ നിന്നും ആൻസർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, +1 +2 നമ്മളിപ്പോൾ പോകുന്നില്ല. ആദ്യം നമുക്ക് 10th വരെയുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും പഠിച്ചതിന് ശേഷം നമുക്ക് എന്തും നോക്കാം, +1 +2ലേക്കും നോക്കാം. ഓക്കെ, ഇനി ഈ മിതവാദികളും തീവ്രദേശീയവാദികളുടെ അഭിപ്രായ ഭിന്നതകളെ എന്നാണ് 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് രൂക്ഷമായത് കേട്ടോ. സൂററ്റ് അല്ലേ, പിളർപ്പുണ്ടായതെന്നാണ് 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്ന് കൊണ്ടുപോവുക പോലും അസാധ്യമായിരുന്നു. ഈ സംഭവ വികാസങ്ങളാണ് കോൺഗ്രസിനെ എന്തിലേക്ക് നയിച്ചത്? പിളർപ്പിലേക്ക് നയിച്ചത്. ഇപ്പോൾ ഈ കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? വളരെ സമർത്ഥമായി മുതലെടുത്തു അല്ലേ. അവർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിക്കും. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നെ ബാലഗംഗാധര തിലകനെ അങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്തു? നാട് കടത്തി. അങ്ങനെ പല നേതാക്കളെ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത്. അതുകൂടാതെ ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസ്സിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങളും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതിൽ വരുന്നതാണ് 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നോക്കിയ ലാൽ ബാൽ പരാനാണ് തീവ്ര ദേശീയവാദത്തിൻ്റെ മുഖങ്ങളെ നമ്മൾ കണ്ടല്ലേ. ലാലാ ലജ്പത് റായ് പഞ്ചാബ്, ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്ര, ബിപിൻ ചന്ദ്രപാൽ ബംഗാൾ. ലാൽ ബാൽ പാൽ. ഓക്കെ, സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തിലകനാണല്ലേ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മിൻറ്റോ മോർലി പരിഷ്കാരം അല്ലേ. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളായിട്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, പിന്നെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നൊക്കെയുള്ളതായിരുന്നു. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് ഇത്, ഈ മിൻറ്റോ മോർലി പരിഷ്കാരം എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, മിൻറ്റോ മോർലി. 1909 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്ന മിൻറ്റോ മോർലി പരിഷ്കാരം. അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആയ മിൻറ്റോ പ്രഭുവും, ആരായിരുന്നു? വൈസ്രോയി ആയിരുന്നു മിൻറ്റോ. ഇങ്ങനെ തന്നെ ഓർത്തു വയ്ക്കണേ, നമ്മുടെ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. വൈസ്രോയി ആയ മിൻറ്റോ പ്രഭുവും പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ മോർലിയും സംയുക്തമായി നടപ്പാക്കിയ ഭരണപരിഷ്കാരമാണിത്, മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത് അല്ലേ. മിതവാദികളെ അനുകൂലിച്ചുകൊണ്ട് തീവ്ര ദേശീയവാദികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, പിന്നെ മുസ്ലിം വിഭാഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയം സമർത്ഥമായി നടപ്പാക്കുകയായിരുന്നു അവർ ചെയ്തത്. ഈ പരിഷ്കാരത്തിലൂടെ ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടിരുന്നത് എന്താ? വർഗീയതയെ വളർത്തുന്നതിനും ഈ പരിഷ്കാരം ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ട്. ഇത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം.
അപ്പം അവിടെ എന്താണ്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു, കൗൺസിലുകളിലെ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം കൂടുതൽ ശക്തമാക്കാൻ ബ്രിട്ടീഷുകാരത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ നമ്മുടെ സ്വദേശി പ്രസ്ഥാനമായി റിലേറ്റ് ചെയ്ത് സ്വദേശി സമിതികളുണ്ട്. അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനയാണ് സ്വദേശി സമിതി എന്ന് പറയുന്നത്. സ്വദേശി സമിതി. ഓക്കെ, സ്വദേശി സമിതി. അത് ആരാണ് സ്വദേശി സമിതി എന്ന് പറയുന്നത്? അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി അതിലെന്തായിരുന്നു, പ്രധാനപ്പെട്ടതായിരുന്നു കേട്ടോ. സ്വദേശി ബാന്ധവ് സമിതി ആര് രൂപീകരിച്ചതാണ്? അശ്വിനി കുമാർ ദത്ത്. ഓക്കെ, അതിൽ സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുന്നുണ്ടായിരുന്നു. പിന്നെ പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതൊക്കെയായിരുന്നു അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതിയിൽ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ. ഇനി അപ്പോൾ 1905 ബംഗാൾ വിഭജനം നമ്മൾ പഠിച്ചല്ലേ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കൊരു കാരണമായിട്ടുണ്ട്. ഇനി 1906 എന്താണ് സംഭവിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരണം അല്ലേ. അതായത് ആഗാഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. അത് 1906 നമ്മൾ പിന്നെ പഠിച്ചു. എന്നാലും ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകും. അങ്ങനെയാണ് 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് കേട്ടോ. അത് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് മിൻറ്റോ മുരളി വരുന്നത്. 1909 7 സൂററ്റ് പിള്ളർ പൂവെന്നു. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമ്മൾ ഹോം റൂൾ ലീഗിലേക്ക് പോവുകയാണ്. ഇനി ഏതാണ് ഹോം റൂൾ ലീഗ്? 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകം രാജ്യത്തിലുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് എന്ത് ചെയ്തു? ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഹോം റൂൾ ലീഗ് ഓർത്തു വയ്ക്കുക. ബാലഗംഗാധര തിലകനും ആനി ബസന്റുമാണ് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സ്വയം ഭരണം നേടുക എന്നുള്ളതാണ് കേട്ടോ. അത് സ്വയം ഭരണം. ഇനി 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. 16 ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. അതായത് മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗ് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഏതാണ്? ലക്നൗ കരാറ് 1916. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ചരിത്രപരമായ സഹകരണമാണ് അതിൽ കാണിക്കുന്നത്. തീവ്ര ദേശീയവാദികളും മിതവാദികളും എന്ത് ചെയ്തു? ഒന്നാവുകയും ചെയ്തു. അങ്ങനെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ദൂതനായി ജിന്ന അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ ഒരു INC കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നോക്കി. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ ചിലർ രഹസ്യ വിപ്ലവ സംഘടന രൂപീകരിച്ച് സായുധ സമരത്തിൻ്റെ മാർഗം അവലംബിച്ചു. ഇപ്പോൾ പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നൊക്കെ വിശ്വസിച്ചിട്ടുള്ളവർ. അങ്ങനെയുള്ള വിപ്ലവ സംഘടനകളാണ് അനുശീലൻ സമിതി. ബംഗാളിലാണ്. അതിന് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാലും പിന്നെ അരബിന്ദോ ഘോഷും ഉണ്ട് കേട്ടോ. ആരാണ്? അരബിന്ദോ ഘോഷ്. അത് ഓർത്തിരിക്കുക. പിന്നെ ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ്? സ്ഥലം മദ്രാസാണ്. അവിടെ നീലകണ്ഠ ബ്രഹ്മചാരി പിന്നെ വാഞ്ചി അയ്യർ
അജിത് സിംഗ് ഒക്കെ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നെ ഗദ്ദർ പാർട്ടി അമേരിക്ക, ലാലാ ഹർദയാലാണ് നേതൃത്വം നൽകിയത്. പിന്നെ യുഗാന്തർ ഉണ്ട്, യുഗാന്തർ പാർട്ടി, അത് ബംഗാളാണ് കേട്ടോ. യുഗാന്തർ ബംഗാളിലാണ്. അവിടെ റാഷ് ബിഹാരി ബോസും പിന്നെ ഖുദിറാം ബോസുമാണ് അതിന് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്കൊരു സംഘടിത രൂപം കൈവരികയും ചെയ്തു അല്ലേ. അക്കാലത്ത് ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയമാവുകയും ശക്തമാവുകയും തീർന്നു. ഇനി 1919 എന്തായി? ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ വിഭജനം റദ്ദാക്കിയ ആരാണിത്? ഹർഡിഞ്ച് പ്രഭു ആയിരുന്ന സമയത്ത് അല്ലേ. ജോർജ് 5 രാജാവ് ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. ആ സമയത്ത് തന്നെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി ബംഗാളി ജനതയുടെ ഐക്യലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടതും 1911 ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. കുറേ അധികം ബോക്സുകളുള്ള അല്ലേ, കുറേ നമുക്ക് ടേബിൾസ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കേട്ടോ അത്. ഈ മാച്ച് ദ ഫോളോയിങ് രീതിയിലും അല്ലാതെ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത റിവിഷൻ എക്സാം, നെക്സ്റ്റ് മൺഡേ ഉള്ള റിവിഷൻ എക്സാമിന് ഇതിൽ നിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. താങ്ക് യു.